നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. നിലംപൊത്തി യുഎസിന്റെ GDP വളർച്ച. പ്രവചനങ്ങളെല്ലാം മറികടന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും താഴേക്ക് നിലംപൊത്തി യുഎസിന്റെ GDP വളർച്ച. 1.8% വളരുമെന്ന ഡൗ ജോൺസിലെ ഉൾപ്പെടെ സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം തെറ്റിച്ച് 2026 രണ്ടാം പാദമായ ഏപ്രിൽ-ജൂൺ വെറും 1.5% യുഎസിന് കഴിഞ്ഞത്. ജനുവരി-മാർച്ച് പാദങ്ങളിൽ യുഎസ് GDP 2.1% വളർന്നിരുന്നുവെന്ന് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ജൂണിൽ യുഎസിന്റെ പണപ്പെരുപ്പം 3.7% എന്ന ആശങ്കാജനകമായ ഉയരത്തിലേക്ക് കുതിച്ചതും ആഘാതമാണ്. യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ലക്ഷ്മണരേഖയായ 2%-ത്തേക്കാൾ ഏറെ ഉയരത്തിൽ. അതേസമയം നിരീക്ഷകർ പ്രവചിച്ച കണക്കിന് ഏറെക്കുറെ സമാനമാണ് കഴിഞ്ഞ മാസത്തെ പണപ്പെരുപ്പമെന്ന് ആശ്വസിക്കാം. ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ്. ഗാസയിലെ ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ സായുധ ഗ്രൂപ്പുകളെയും പൂർണ്ണമായും നിരായുധീകരിക്കുന്നതിനായി ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതൊരു ചരിത്രപരമായ നേട്ടമാണെന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ചു. സ്ഥിരമായ സമാധാനത്തിലേക്കും സുരക്ഷയിലേക്കും വൻ ചുവടുവയ്പ്പാണ് ഇതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ബോർഡ് ഓഫ് പീസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണ പദ്ധതിയോട് ഹമാസ് പൂർണ്ണമായും യോജിച്ചെന്നും ഉടൻ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പുണ്ടാകുമെന്നും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നും ബഹളം തുടരാൻ പ്രതിപക്ഷം. ഡൽഹിയിൽ നടന്ന പോലീസ് അതിക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രസ്താവന തേടി പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിക്കും. രാജ്യസഭയിൽ നടന്ന പരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയിലും അമിത് ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചിരുന്നു. FCRA അടക്കം വരാനിരിക്കുന്ന ബില്ലുകളിലും പ്രതിഷേധം അറിയിച്ച് പങ്കെടുക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഇന്നലെ പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച സഹകരിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചെങ്കിലും രാജ്യസഭയിൽ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരുടെ ചർച്ചയ്ക്കിടെ വലിയ ബഹളം അരങ്ങേറി. ബില്ല് വോട്ടിനിടുന്നതിനു മുൻപ് പ്രതിപക്ഷം ഒന്നടങ്കം ഇറങ്ങിപ്പോയി. എന്നാൽ DMK സഭ ബഹിഷ്കരിച്ചില്ല. വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ DMK ഭേദഗതികൾ നിർദ്ദേശിച്ചു. LDF സർക്കാരിന്റെ സ്കൂൾ മെനു വെട്ടി UDF. കേരളത്തിലെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനുവിൽ വിപുലമായ മാറ്റങ്ങൾ വരുത്തി പുതിയ UDF സർക്കാർ ഉത്തരവിറക്കി. മുൻ LDF സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയിരുന്ന വിഭവസമൃദ്ധമായ മെനു വെട്ടിച്ചുരുക്കി. ലളിതമായ ഭക്ഷണക്രമം നടപ്പിലാക്കാനാണ് പുതിയ മാർഗരേഖയിലെ നിർദ്ദേശം. പിണറായി സർക്കാരിന്റെ കാലത്ത് കുട്ടികൾക്കായി ഏർപ്പെടുത്തിയിരുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി തുടങ്ങിയ വിഭവങ്ങൾ ഇനി മുതൽ സ്കൂളുകളിൽ ലഭിക്കില്ല. പുതിയ സർക്കുലർ പ്രകാരം ചോറും 2 കറികളും മാത്രമായിരിക്കും ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബേക്കറി സാധനങ്ങൾക്ക് വില കൂടും. പഞ്ചസാര വില വർദ്ധിച്ചതോടെ ബേക്കറി വ്യാപാരികൾക്ക് ഇനി കൈപ്പേറിയ ദിനങ്ങൾ. പഞ്ചസാര വില കിലോയ്ക്ക് 50 രൂപ കടന്നതോടെ പലഹാരങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ നിവൃത്തിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പാചകവാതക വില വർധന ഏൽപ്പിച്ച ആഘാതത്തിനു പുറമെ പഞ്ചസാര വില വർധനയും ബേക്കറി വ്യവസായത്തിന് കനത്ത പ്രഹരമായി. ബേക്കറി പലഹാരങ്ങളിൽ പ്രധാന ഘടകമായ മുട്ടയ്ക്ക് വില 8 രൂപ കടന്നതും പ്രതിസന്ധിയായി. കേക്കിനു പുറമെ ആഘോഷാവസരങ്ങളിൽ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റ്, ലഡ്ഡു, ജിലേബി തുടങ്ങിയ മിക്ക ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും പഞ്ചസാരയും മുട്ടയും അത്യാവശ്യ ഘടകങ്ങളായതിനാൽ നിർമ്മാണ ചെലവും അതിന് ആനുപാതികമായ വിലയും ഉയരും. യാത്രക്കാരെ വലച്ച് സ്പൈസ് ജെറ്റ്. യാത്രക്കാരെ വലച്ച് സ്പൈസ് ജെറ്റിന്റെ ദുബായ് കൊച്ചി വിമാനം 12 മണിക്കൂറിലേറെയായി വൈകുന്നു. മണിക്കൂറുകളോളം വിമാനത്തിനുള്ളിൽ ഇരിക്കേണ്ടി വന്ന യാത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. വൈകാതെ വിമാനം കൊച്ചിയിൽ എത്തുമെന്നാണ് അറിയിപ്പ്. വിമാനം എന്തുകൊണ്ട് വൈകുന്നു എന്നത് സംബന്ധിച്ച വ്യക്തത സ്പൈസ് ജെറ്റ് ഇതുവരെ നൽകിയിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം റദ്ദാക്കി. അർദ്ധരാത്രി വിമാനത്താവളത്തിൽ എത്തിയ യാത്രക്കാർ കുടുങ്ങി. യാത്രക്കാരും എയർലൈൻസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം പുലർച്ചെ 2 മണിയോടെ പുറപ്പെടുമെന്ന് ആദ്യം അറിയിപ്പ് വന്നു. എന്നാൽ പിന്നീട് രാത്രി 11 മണിയോടെ വിമാനം റദ്ദാക്കുകയാണെന്ന അറിയിപ്പ് വന്നു. അപ്പോഴേക്കും യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇതോടെ യാത്രക്കാർ പ്രകോപിതരായി. ഏറെ നേരം ജീവനക്കാരുമായി വാക്കേറ്റമുണ്ടായി. പൂനെയിൽ നിന്ന് ദുബൈയിലേക്കുള്ള വിമാനവും വൈകുകയാണ്. ശബരിമലയിലേക്ക് ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം.
ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അരവണ നിർമ്മാണത്തിനായി ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നാണ് ദേവസ്വം ബോർഡ് തീരുമാനം. ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ശുദ്ധീകരിക്കാൻ ശബരിമലയിൽ പ്ലാന്റ് ഉണ്ടെന്നും ബോർഡ് വ്യക്തമാക്കി. മിൽമ വിതരണം ചെയ്ത നെയ്യ് വഴിമധ്യേ മാറ്റി ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് ശബരിമലയിൽ എത്തിച്ചതിൽ അന്വേഷണം നടക്കവെയാണ് ബോർഡിന്റെ പുതിയ തീരുമാനം. അതേസമയം ശബരിമലയിലേക്കുള്ള മിൽമ നെയ്യ് മറച്ചുവിറ്റതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മിൽമയിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് തെളിവടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയും വെളിച്ചത്തു വരുന്നത്. ഡിവൈഎസ്പിമാർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതിൽ 3 ഡിവൈഎസ്പിമാർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ്. ഡിവൈഎസ്പിമാരായ അരുൺ KS, KP തോംസൺ, സുനിൽ രാജ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം. രക്ഷാപ്രവർത്തന കേസ് അന്വേഷിച്ച 3 ഡിവൈഎസ്പിമാരുടെ മൊഴിയിലാണ് കേസ് അന്വേഷണ അട്ടിമറി പുറത്തുവന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ADGPയുടെ നിർദ്ദേശപ്രകാരം കേസ് രേഖകൾ മാറ്റിയതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതിനാൽ വകുപ്പ് തല അന്വേഷണം നേരിടണമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒരാഴ്ചയ്ക്കുള്ളിൽ DGP തീരുമാനിക്കുമെന്നും ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചു. ഓണക്കാല ഉത്സവ ബത്ത 6000 രൂപയാക്കി. സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് അംഗങ്ങളുടെയും ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ഓണക്കാല ഉത്സവ ബത്ത 6000 രൂപയാക്കി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയും ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ OJ ജനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. നേരത്തെ 5500 രൂപയായിരുന്നു ഉത്സവ ബത്തയായി നൽകിയിരുന്നത്. 6000-ഓളം വരുന്ന ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് ഉത്സവ ബത്തയുടെ ആനുകൂല്യം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. മരിച്ചുപോയ ക്ഷേമനിധി അംഗങ്ങളുടെ ആശ്രിതർക്കുള്ള ആനുകൂല്യങ്ങൾക്കായുള്ള കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ADGP S ശ്രീജിത്തിന്റെ ക്ലീൻ ചിറ്റ് റദ്ദാക്കി. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയ ADGP S ശ്രീജിത്തിന് അനുകൂലമായി സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി ഹൈക്കോടതി. റിപ്പോർട്ട് നൽകിയ ആഭ്യന്തര വകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നിലവിലെ ചീഫ് സെക്രട്ടറിയുമായ ബിശ്വനാഥ് സിൻഹയെ ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശിച്ചു. ശ്രീജിത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പരാതിക്കാരനെയും ആരോപണ വിധേയനെയും ഒരുമിച്ച് കേട്ടത് ശരിയായ നടപടിയല്ലെന്നും ആരോപണ വിധേയൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായതിനാൽ പരാതിക്കാരന് സ്വതന്ത്രമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പരാതിക്കാരനെ വീണ്ടും കേട്ട് വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് കൂടി പരിഗണിച്ച് പുതിയ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. എല്ലാ നടപടികളും 3 ആഴ്ചക്കകം പൂർത്തിയാക്കണം. ഹർജി ഓഗസ്റ്റ് 18-ന് വീണ്ടും പരിഗണിക്കും.